ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു അഗ്നിപർവ്വതം. എന്നിട്ടും ഇന്ത്യക്ക് അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നു, പ്രകടശേഷി അനുഭവിക്കേണ്ടി വരുന്നു. ഇന്ത്യയുടെ പുതിയ പേടി സ്വപ്നമായി മാറിയ 12,000 വർഷം പഴക്കമുള്ള എത്യോപ്യൻ അഗ്നിപർവ്വതം എർട്ട അല. എത്യോപ്യയിലെ മരുഭൂമികളിൽ ദൂരെ 12,000 വർഷമായി ഒരു നിശബ്ദ ഭീമൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ 2025 നവംബർ 23 അതേ അഗ്നിപർവ്വതം ഇന്ത്യയുടെ അപ്രതീക്ഷിത പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ പല വിമാനങ്ങളും താഴ്ത്തിറക്കേണ്ടി വന്നു. ഡൽഹിയുടെ ആകാശം ശ്വാസം മുട്ടുന്നു. ആരും കാണാത്ത ഒരു അദൃശ്യ ഭീഷണി. അക്രമാസക്തമായ ഭൂതകാലമുള്ള ഒരു അഗ്നിപർവ്വതം. ഇത് എത്യോപ്യയിലെ എർട്ട അലെ അഗ്നിപർവ്വത സംവിധാനമാണ്. ഭൂമിയിലെ തുടർച്ചയായി സജീവമായ ഏറ്റവും പഴക്കമുള്ള അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണിത്. ആയിരക്കണക്കിന് വർഷങ്ങളിലായി ഇത് ലാവാ തടാകങ്ങളാൽ മരുഭൂമിയെ നിശബ്ദമായി ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അടുത്തിടെ ഭൂകമ്പ സിഗ്നലുകൾ മാറി, ഭൂമിക്കടി ആഴത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി, മാഗ്മ നീങ്ങാൻ തുടങ്ങി, മർദ്ദം ഉയരാൻ തുടങ്ങി. തുടർന്ന് ആഫ്രിക്കൻ രാത്രി ആകാശത്തൊരു സ്ഫോടനം പിടിച്ചു കുലുക്കി. എത്യോപ്യൻ അഗ്നിപർവ്വത സ്ഫോടനം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു? ഇന്ത്യ ഏകദേശം 4000 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ ഒരു അഗ്നിപർവ്വതത്തിന് എങ്ങനെയാണ് ഇവിടെ കാലാവസ്ഥയും വ്യോമയാനത്തെയും തടസ്സപ്പെടുത്താൻ കഴിയുക? ഉത്തരം ജെറ്റ് സ്ട്രീമിലാണ്. ഭൂഖണ്ഡങ്ങളിലൂടെ അഗ്നിപർവ്വത ചാരവും പുകയും വഹിക്കുന്ന അതിവേഗ കാറ്റ്. എർട്ട അലെ പതിവിലും ശക്തമായി പൊട്ടിത്തെറിച്ചപ്പോൾ കൂറ്റൻ ചാരനിരകൾ ആകാശത്തേക്ക് ഏകദേശം 20 കിലോമീറ്റർ ഉയരത്തിൽ തള്ളപ്പെടുകയുണ്ടായി. കാറ്റ് അവയെ നേരെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി. ചാരമേഘം ഇന്ത്യയുടെ ആകാശത്ത് പ്രവേശിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അറബിക്കടലിലെ മുകളിലൂടെ പാമ്പിനെ പോലെ നീളമുള്ള ചാരത്തിന്റെ ഒരു പാത ഉപഗ്രഹങ്ങൾ കണ്ടെത്തി. ഡൽഹി, ജയ്പൂർ, മുംബൈ, യുപിയുടെ ചില ഭാഗങ്ങൾ പോലും പെട്ടെന്ന് മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ ചുവന്ന സൂര്യോദയം കേട്ടാണ് ഉണർന്നത്. വായു ഗുണനിലവാര സൂചിക ഒറ്റ രാത്രി കൊണ്ട് ഉയർന്നു. വ്യോമയാന പ്രതിസന്ധി ആരംഭിക്കുന്നു. വ്യോമയാനത്തിന് അഗ്നിപർവ്വതചാരം ഇടിമിന്നലിനേക്കാൾ മോശമാണ്. അവ ജെറ്റ് എഞ്ചിനുകൾക്കുള്ളിൽ പ്രവേശിച്ച് മൂർച്ചയുള്ള ചാരക്കണികകൾ തട്ടുകയും ഉരുകുകയും വിനാശകരമായ പരാജയത്തിന് കാരണമാവുകയും ചെയ്യും. ദൃശ്യത കുറയുന്നു, റഡാറുകൾ ആശയക്കുഴപ്പത്തിലാകുന്നു, പൈലറ്റുമാർക്ക് നിർണായകമായ വായനകൾ നഷ്ടപ്പെടുന്നു. ഡൽഹിയിലേക്കും പുറത്തേക്കും ഏകദേശം 200-ലധികം വിമാന സർവീസുകൾ കാലതാമസം നേരിട്ടു. നിരവധി അന്താരാഷ്ട്ര റൂട്ടുകൾ വഴിതിരിച്ചുവിട്ടു. പടിഞ്ഞാറോട്ട് പോകുന്ന വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും. എന്തുകൊണ്ടാണ് ഡൽഹി ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത്? ഡൽഹിയിലെ ശൈത്യകാലം ഇതിനകം മൂടൽമഞ്ഞാലും പുകയാലും നിറഞ്ഞിരിക്കുകയാണ്. ഗതാഗത മലിനീകരണം മറ്റൊരു വശത്ത്. എന്നാൽ അഗ്നിപർവ്വത ചാരവും പുകയും ഒരു പുതിയ പാളി കൂടി അതിൽ ചേർത്തു. നഗരത്തിന് മുകളിൽ ഒരു അദൃശ്യ ചാരനിറത്തിലുള്ള തിരശ്ശീല. തണുത്ത ശൈത്യകാല വായുവുമായി ചാരം കലർന്ന നിമിഷം അത് കട്ടിയുള്ള ഒരു പുകമഞ്ഞ് പുതപ്പ് തന്നെ സൃഷ്ടിച്ചു. ഇത് വെറും ഒരു മലിനീകരണം മാത്രമായിരുന്നില്ല, അതൊരു അപൂർവ അന്താരാഷ്ട്ര അന്തരീക്ഷ പ്രതിസന്ധിയായിരുന്നു. എർട്ട അല ഒരു ഉയർന്ന പ്രവർത്തന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് അഗ്നിപർവ്വത ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ പുതിയ വിള്ളലുകൾ തുറക്കുന്നതും ലാവ കൂടുതൽ വ്യാപിക്കുന്നതും കാണിക്കുന്നുണ്ട്. അഗ്നിപർവ്വതം വീണ്ടും കൂടുതൽ ശക്തിയോടെ പൊട്ടിത്തെറിച്ചാൽ ചാരമേഘങ്ങൾ കൂടുതൽ ഉയരും. അതിനർത്ഥം മിഡിൽ ഈസ്റ്റിലേക്കും ഇന്ത്യയിലേക്കും കൂടുതൽ ചാരവും പുകയും നീങ്ങുമെന്നാണ്. പ്രധാന ചോദ്യം ഇതാണ്: ഇന്ത്യ എത്ര കാലം ഈ ആഘാതത്തെ നേരിടും?
അന്തരീക്ഷത്തിലെ അഗ്നിപർവ്വതചാരത്തിന്റെ ജീവിതചക്രം ആഴ്ചകളോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മാസങ്ങൾ തന്നെ നീണ്ടു നിൽക്കും. ഇന്ത്യ നേരിടുന്ന മൂടൽമഞ്ഞ്, തണുത്ത പ്രഭാതങ്ങൾ, ട്രാഫിക് പൊല്യൂഷൻ, അസ്ഥിരമായ വായു ഗുണനിലവാരം എന്നിവ കൂടുതൽ അനുഭവിച്ചേക്കാം. പടിഞ്ഞാറോട്ടുള്ള അന്താരാഷ്ട്ര വിമാനങ്ങളിൽ ദിവസങ്ങളോളം പൈലറ്റുമാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും ഭയപ്പെടുന്നത് എന്താണ്? ചാരമേഘങ്ങൾ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അത് പ്രാദേശിക താപനില ചക്രങ്ങളെ അസ്വസ്ഥമാക്കും. തണുത്ത ഡൽഹി പ്രഭാതങ്ങളും പെട്ടെന്നുള്ള താപതകർച്ചകൾ, പ്രവാചാതീതമായ കാറ്റുമാറ്റങ്ങൾ ചാരമൂളിലെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നിടത്തോളം എല്ലാം സാധ്യമാണ്. മാത്രമല്ല, മറ്റൊരു കൂറ്റൻ പ്രതിസന്ധി ഇന്ത്യ നേരിടാൻ പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. എത്യോപ്യയിലെ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള പുകയും ചാരവും കാറ്റിന്റെ ദിശമാറ്റം മൂലം ദൂര പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം സൂക്ഷ്മകണങ്ങൾ വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ശ്വാസകോശ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുകയും ചെയ്യും. സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ: ശ്വാസം തടസ്സം, ആസ്തമ, ബ്രോങ്കൈറ്റിസ് പോലുള്ള രോഗാവസ്ഥകളാൽ വഷളാകൽ, വായുവിലെ സൂക്ഷ്മ ചാരകണങ്ങൾ മൂലം കണ്ണു ചൊറിച്ചിൽ, കാഴ്ചമങ്ങൽ, തൊണ്ടവേദനയും ഉണങ്ങിയ ചുമയും, ഹൃദയാരോഗ്യമുള്ളവർക്ക് അമിത സമ്മർദ്ദവും ശ്വാസകോശത്തിൽ ജലനവും, ദീർഘകാലം ബാധിക്കുമ്പോൾ ലങ് ഇൻഫ്ലമേഷൻ പോലുള്ള പ്രശ്നങ്ങൾ, കുട്ടികളും മുതിർന്നവരും അലർജി ഉള്ളവരും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായി തന്നെ മാറും. ഈ പർവ്വതം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ നമ്മൾ ജാഗ്രതരായിരിക്കേണ്ടി വരും, മുൻകരുതലുകൾ എടുക്കേണ്ടി വരും. താങ്ക് യു ഫോർ വാച്ചിങ് നോമാറ്റേഴ്സ് വ്ലോഗ്.